നിങ്ങൾ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് പറയുന്നു. ഈ രാജ്യത്തിന്റെ നിർമ്മിതിയുടെ ഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര പോരാട്ട ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അറിയാതെ നിങ്ങൾ നടത്തിയ ഒരു ജാഥയുടെ പേരിൽ കാലിൽ ഒരു മുള്ളു കൊണ്ടതിന്റെ ചരിത്രം RSS കാരനോ ഹിന്ദു മഹാസഭകാരനോ നിങ്ങളുടെ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ? ഒന്നുമില്ലാതെ ഇന്ന് 100 വർഷത്തിന് ശേഷം പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതുന്നു, ചരിത്ര പുസ്തകങ്ങൾ മാറ്റി എഴുതുന്നു, അതിലൊക്കെ അപനിർമ്മിതികൾ നടത്തുന്നു. അതിനുശേഷം ഞങ്ങളാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 14, 10, 11 വർഷത്തിനുള്ളിൽ ജനിച്ച ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, തീവ്ര സംഘപരിവാർക്കാർ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് കട്ടെടുത്ത് ജയിച്ചാലും അത് നിങ്ങളുടെ യഥാർത്ഥ വിജയമാണെന്ന് വിശ്വസിക്കുന്ന കുറെ മൂഢസ്വർഗത്തിലുള്ള ആളുകൾ വിശ്വസിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ദേശസ്നേഹികൾ, യഥാർത്ഥ മതേതര വിശ്വാസികൾ, ഈ രാജ്യത്തെ ഭരണഘടനയോട് കൂറും ആത്മാർത്ഥതയും അവസാന ശ്വാസം വരെ ഉണ്ടായിരിക്കുന്ന മനുഷ്യർ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് ശരിയാണെന്ന് മറ്റാരും വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. ഇനി ഒരു കാര്യം കൂടി, കോൺഗ്രസ് പിളർന്നിട്ടുണ്ട് ബിജു, ഒരുപാട് വട്ടം പിളർന്നിട്ടുണ്ട്. കോൺഗ്രസ് പിളർന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ലോകത്തെ ഏത് സംവിധാനവും ഏത് പാർട്ടിയും പിളരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കൂടിയാണ് അർത്ഥം. അതിൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ഉണ്ടെന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം. പിളർപ്പുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസവും ഡെമോക്രാറ്റിക് പ്രാക്ടീസും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം.